ജിൻഡോയും അഭിഷേകും ഋഷിയും കൂടി ഇരുന്ന് സിബിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സിബിന്റെ ഗെയിമിന് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് അവിടെ ഋഷിക്ക് ഒരു ഐഡിയ ഇല്ല. ചില സമയത്ത് ഋഷിക്ക് അന്തം കുന്തം ഉണ്ടാവില്ലല്ലോ. ഋഷിക്ക് ഒന്നും പറഞ്ഞാലിട്ട് മനസ്സിലാവില്ല. ഗെയിമിന്റെ സെൻസിൽ ഋഷിക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഋഷി അങ്ങനെ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഋഷിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഓടത്തില്ല. അവിടെ അഭിഷേക് സിബിന്റെ ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞൊരു കാര്യം തന്നെ ഞാൻ ആദ്യം പറയാം. അവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും മോശം വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് പറഞ്ഞ ഒരാഴ്ചയായിരുന്നു ആ ഹോട്ടൽ ടാസ്കിന്റെ. അതുപോലെ അവിടെ പൊരിച്ചിട്ടുണ്ട് അൻസിബയെയും ഋഷിയെയും ആ വീട്ടിലുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന പവർ റൂമിലുണ്ടായിരുന്ന എല്ലാവരെയും. അഭിഷേക് ഉണ്ടായിരുന്നു, അവിടെ ബാക്കി ഉണ്ടായിരുന്നവർ റസ്മിനും നോറയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഭിഷേക് പറയുന്നത് എന്തുകൊണ്ട് എന്നിട്ട് പിന്നത്തെ ആഴ്ച ഇവരാരും നോമിനേഷനിൽ വന്നിട്ട് പുറത്തു പോയില്ല എന്നുള്ളതാണ് അഭിഷേക് അവിടെ ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് പോയില്ല? അൻസിബ പോയില്ല, ഋഷി പോയില്ല, എന്തുകൊണ്ട് പോയില്ല ഋഷി? അത് നിന്ന് ചിന്തിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് വഴക്ക് പറയുന്നത് സാധാരണയാണ്. എന്തെങ്കിലും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളോ ഒക്കെ ചൂണ്ടിക്കാണിച്ചെന്ന് വരാം. പക്ഷെ ലാലേട്ടൻ വന്ന് വഴക്ക് പറയുന്നത് ഒരു സാധാരണയായി നടക്കുന്ന സംഭവമാണ്. പക്ഷേ എന്നിട്ട് ഇത്രയും വഴക്ക് കേട്ടിട്ടും നീ പിറ്റേ ദിവസം മുതൽ അവിടെ ഒരു പ്രശ്നമില്ലാതെ കൂളായിട്ട് നീ അവിടെ ഗെയിം കളിക്കാനായിട്ട് നിന്നില്ലേ? പിറ്റേ ദിവസം നീ എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിട്ടിരുന്നോ? എനിക്ക് പറ്റില്ല ഗെയിം കളിക്കാനായിട്ട്, എനിക്ക് ഇവിടുന്ന് പോകണം, ഇതെന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ വിഷമിച്ചിരുന്നോ എന്ന് അവിടെ ഋഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞു അതൊന്നും ഞാനിരുന്നില്ലേ, എനിക്കതൊരു വിഷയമല്ലായിരുന്നു, എനിക്ക് ഗെയിം കളിക്കണം, ഞാൻ കളിച്ചു എന്ന് ഋഷി പറയുന്നുണ്ട്. അൻസിബി ഇരുന്നോ? നമ്മൾ ആരെങ്കിലും ഇരുന്നോ? അപ്പോൾ അത് അങ്ങനെ കാണാനായിട്ട് നമുക്ക് കഴിയണം. പക്ഷെ സിബിൻ അവിടെ എന്താണ് സംഭവിച്ചത്? വലിയ കാര്യത്തിൽ ഞാൻ വലിയ ഗെയിമറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ അവിടെ വലിയ ഗെയിമൊക്കെ കളിച്ചു. അതിനുശേഷം ലാലേട്ടൻ വഴക്ക് പറഞ്ഞപ്പോൾ ഓരോ മൂലയ്ക്ക് പോയിരുന്നിട്ട് എനിക്ക് കരയണം, എനിക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ഗെയിമിൽ തുടരാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു നല്ല ഗെയിമർ ആവുന്നത് എങ്ങനെ എന്നാണ് ഋഷിയുടെ അടുത്ത് ചോദിക്കുന്നത്. പലപ്പോഴും പ്രേക്ഷകർ പലരും ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ അഭിഷേക് അവിടെ പറയുന്നത്. പ്രേക്ഷകർ പറഞ്ഞതൊന്നും അഭിഷേകിന് അവിടെ അറിയില്ല. പക്ഷേ അഭിഷേക് അവിടെ ഉദാഹരണ സഹിതാണ് ഋഷിക്ക് അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. പലപ്പോഴും പ്രേക്ഷകർക്കിടയിലും ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ലാലേട്ടൻ വന്ന് വഴക്ക് പറയും വീക്കെൻഡ് എപ്പിസോഡിൽ, അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം, അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം, അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അല്ലാതെ സ്വന്തം വ്യക്തിത്വം ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേക്ക് ഒരു ഗെയിമറായിട്ട് ഭയങ്കര സംഭവമായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ലാലേട്ടൻ വന്ന് വഴക്ക് പറയുന്ന സമയത്ത് അവിടെ കാറ്റുപോയ ബലൂൺ പോലെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് അഭിഷേക് അവിടെ ഋഷിയുടെ അടുത്ത് പറയുന്നത്. ഉദാഹരണം കേട്ടപ്പോൾ ഋഷിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണല്ലേ, അപ്പോൾ പിന്നെ കാര്യമില്ല സിബിന്റെ കാര്യത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും എനിക്ക് പിറ്റേ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അൻസിബിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഓക്കെ ആയിരുന്നില്ലേ? അപ്പോൾ അത്രയും വഴക്ക് കേട്ട് അത്രയും നെഗറ്റീവ് പറഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ആ ഹോട്ടൽ ടാസ്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിബിൻ അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ സിബിൻ ഒരു നല്ല ഗെയിമർ അല്ല എന്നാണ് അഭിഷേകും ഋഷിയുടെ അടുത്ത് പറയുന്നത്.